പോടാ പോരെന്ന് പുറത്ത്. അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം അവന്റെ വെള്ളം മാങ്ങാൻ വേണ്ട, അവന്റെ പരിപാടിക്ക് പോകണ്ട. അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പുരക്ക് പോകണ്ട, അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ കൂടണ്ട, വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട. അതേസമയം അയൽവക്കക്കാരനായ ഒരു ഹൈന്ദവ സുഹൃത്ത് അവൻ വെള്ളം കേട്ടാൽ കൊടുക്കണം, ഭക്ഷണം കേട്ടാൽ കൊടുക്കണം. നിങ്ങൾ താജുശ്ശേരി ആരിക്കുഞ്ഞ് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? നിന്റെ വീട്ടിന്റെ അടുത്തൊരു BJP-ക്കാരന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം, അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരയുന്നെന്ന്. വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം, കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായവന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല. കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും. ചിക്കമംഗളൂർക്ക് സഹോദരങ്ങളെ കുരുമുളക് കച്ചവടത്തിന് വന്നിട്ട് സുന്നിയായ ആള് സൽഫിയായതുപോലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇബാദത്തിൽ പവർഫുൾ, അക്കടപാടുകൾ പവർഫുൾ, ബാത്തിൽ ഇത് തിന്നാൻ പാടില്ല. SSF-ലും SYS-ലും എല്ലാത്തിലും പ്രവർത്തിക്കണം, ഉഷാറാകണം. കൂടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ കൂടാനും പാടില്ല. കുറെ ആള് SSF ഉണ്ട്, SYS ഉണ്ട്, എല്ലാം ഉഷാറിൽ പ്രവർത്തിച്ച് മക്കളായി, ഭാര്യയായി, വീടെല്ലായി, എല്ലാം ഉഷാറായി SSF-ലൂടെ പ്രവർത്തിച്ച് വന്നിട്ട് വലുതായതാണ്. ഇപ്പോ എല്ലാം ഏത് സലഫിയും പറ്റുന്നു. ചില ആളുകൾ അവസ്ഥയാണ്, അത് പറ്റൂല. നമ്മക്ക് പറ്റാത്തത് പറ്റൂല, ഒരു കാലത്തും പറ്റൂല. കുറെ പൈസ ആയിട്ട് ഉഷാറായപ്പോ ഇപ്പൊ ആരും പറ്റും എന്നൊരു തീരുമാനം ഇസ്ലാമിലില്ല. ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇയ്യാകും ഇയ്യാഹും, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ സൂക്ഷിക്കണം. അവരെ വീട്ടിൽ നോക്കി ചിരിക്കാൻ പാടില്ല, അവർക്ക് സലാം പറയാൻ പാടില്ല. അവർ സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും, ഉപ്പാട്, തുളൂര് പറഞ്ഞ പോലെ അല്പ ഉപ്പാട് അല്ലേ, തുളൂര് പറയും അല്പ ഉപ്പാട്. എന്തില്ല അസ്സലാമു അലൈക്കും, അത് അവൾ അല്പ ഉപ്പാട് നക്ക് എനിക്ക് പിടിച്ച് നിന്നത്ര അറിയില്ല, നനക വേട പറയാൻ ധൈര്യം കാണിക്കണോ. അതാണ് ഈമാന്റെ പവർ. ഒരലൈക്കും സലാം പറഞ്ഞാൽ പിന്നെ വന്നിട്ട് ഓൻ തരുന്ന നിനക്ക് CD ആയിരിക്കും, ഇതാക്ക് കള്ള മൗലവിമാര് പ്രസംഗമായിരിക്കും. നീ കൊണ്ടുപോയിട്ട് പൊരേരി കെട്ടിട്ട് നേരല്ല ഒക്കല്ല. നിന്റെ പള്ളിയിൽ ഉസ്താദുമാരുണ്ട്, അവരോട് വന്നിട്ട് സംശയം നിവാരണം ചെയ്യാൻ നിനക്ക് സമയമില്ല. ഏതോ ഒരു കള്ള സലഫി തന്ന CD-യും കേട്ടിട്ട് നീ അതും സത്യമല്ല ഇതും സത്യം, എല്ലാം സത്യാവോ? എല്ലാം സത്യം ഉണ്ടാവോ ലോകത്ത്? ഇല്ല. എല്ലാ റൂട്ടിൽ പോയാലും ഒരേ റൂട്ടിലേക്ക് നേരെ പോയെങ്കിൽ എത്തും, തിരിഞ്ഞു മറിഞ്ഞിട്ടല്ല എത്തൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ പവർഫുൾ ആകണം, സംഘടനാ പ്രവർത്തകരാകണം. അതിനേക്കാൾ ഉപരി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ നായി തൊട്ട കലം പോലെ ദൂരം വെക്കണം. നമ്മളെ ഉമ്മാമ്മമാർ പറഞ്ഞു, നായി കലം തൊട്ടെങ്കിൽ എന്താക്കല?